ഹലോ, വെൽക്കം ടു സുജാസ് കിച്ചൺ. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു തനി നാടൻ കൂട്ടാനാണ്. അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു 1/4 കപ്പ് തോരപ്പരിപ്പ്, അതായത് നമ്മൾ സാമ്പാറിനൊക്കെ എടുക്കുന്ന പരിപ്പ്, കുക്കറിൽ 1-2 വിസിലടിച്ച് നന്നായിട്ട് വേവിച്ചെടുക്കുക. എന്നിട്ട് ഈ വെന്ത പരിപ്പിലേക്ക് ഒരു 2 മുരിങ്ങക്കായ നീളത്തിൽ മുറിച്ചത്, ഒരു മീഡിയം സൈസ് തക്കാളി അതും കൂടെ മുറിച്ചിടുക. അതും കൂടെ മുറിച്ച് ഇട്ട ശേഷം അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കാവുന്നതേ ഉള്ളൂ. ഒരു മീഡിയം സൈസ് എരിവുള്ള മുളകാണ് എൻ്റേത്, അതുകൊണ്ടാണ് ഞാൻ 1.5 ടീസ്പൂൺ ചേർത്തിട്ടുള്ളത്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ നിങ്ങൾക്ക് എത്ര കറിക്ക് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് ഹൈ ഫ്ലെയിമിൽ ഒറ്റ വിസിൽ, വെന്ത് ഉടഞ്ഞു പോവരുത്, കഷ്ണം അതുപോലെ തന്നെ കിടക്കണ പോലെ വേവിക്കാവുള്ളൂ. അങ്ങനെ കഷ്ണം വെന്ത് കഴിയുമ്പോഴേക്ക് നമുക്ക് 1/2 കപ്പ് തേങ്ങ, ഒരു 1/4 ടീസ്പൂൺ ജീരകവും ചേർത്തിട്ട് നന്നായിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. അപ്പോൾ ഈ വെന്ത കഷ്ണത്തിലേക്ക് ഈ അരപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുമ്പോൾ നിങ്ങൾക്ക് വെള്ളം കുറവ് തോന്നുന്നുണ്ട് കറിക്ക് എന്നുണ്ടെങ്കിൽ ഇതൊരു ലേശം ലൂസായിട്ടുള്ള കറിയായിട്ടായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് കറിക്ക് എത്ര വെള്ളം വേണം നോക്കിയിട്ട്, അതൊക്കെ പിന്നെ ഓരോ വീട്ടിലെ ആൾക്കാരുടെ ടേസ്റ്റ് അനുസരിച്ചാണല്ലോ. അപ്പോൾ നമ്മൾ അത്രയും വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തിളപ്പിക്കുക. അങ്ങനെ തിളച്ച് മാറ്റി വെച്ച കറിയിലേക്ക് 2-3 ചെറിയ ഉള്ളി വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചൊഴിക്കുക. ഇതിൽ നമ്മൾ വേറെ കടുകോ വേറെ എന്തെങ്കിലും ഒന്നും ചേർക്കില്ല, വെറും ചെറിയ ഉള്ളി മാത്രമാണ് മൂപ്പിച്ച് ചേർക്കണം. അത് കഴിഞ്ഞ് 2 പച്ചക്കറിവേപ്പിലയും കൂടെ ഇടുക. അതൊക്കെ പിന്നെ നാടൻ കറിയായതുകൊണ്ട് നമുക്ക് ഇന്ന പോലെ തന്നെ ചെയ്യണമെന്നൊന്നുമില്ല. ഉള്ളിയാണ് ഇതിന് മൂപ്പിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. ഇനി എൻ്റെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ട്, ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാവുന്നുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ചെയ്യും.